ചില പേഷ്യൻസിനെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിലേക്ക് സജസ്റ്റ് ചെയ്യാൻ ഡോക്ടേഴ്സിന് ഭയങ്കര മടിയാണ്. അതിന്റെ കാരണം ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതിനുവേണ്ടി ഒരു പേഷ്യന്റിന്റെ റിപ്പോർട്ട് വെച്ച് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വിശദീകരിച്ചു തരാം. ഈ പേഷ്യന്റ് ഒക്ടോബർ 30 കാലിന്റെ മസിൽ പെയിന് ഡോക്ടർ പറഞ്ഞ പ്രകാരം പെയിൻ കില്ലർ കഴിച്ചു തുടങ്ങി. 6 ദിവസം കൊണ്ട് പെയിൻ മാറാത്തത് കൊണ്ട് പിന്നെയും അതേ ഡോക്ടറെ തന്നെ പോയി കണ്ടു. അതുകൊണ്ട് ഡോക്ടർ മരുന്ന് മാറ്റി കൊടുക്കുകയും പേഷ്യന്റിനോട് റെസ്റ്റ് എടുക്കാനുമാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് പേഷ്യന്റിന്റെ വേദന കൂടുകയും റൈറ്റ് ലെഗിൽ നിന്ന് ലെഫ്റ്റ് ലെഗിലേക്കും പെയിൻ വന്നു. അപ്പോൾ അതേ ഡോക്ടർ തന്നെ പെയിൻ കില്ലർ സ്റ്റോപ്പ് ചെയ്ത് 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് പേഷ്യന്റിനോട് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പേഷ്യന്റ് നമ്മളെയായിരുന്നു കൺസൾട്ട് ചെയ്തത്. ഞാൻ പ്രോപ്പറായിട്ട് അസസ്മെന്റ് ചെയ്ത് 3 ദിവസമാണ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പേഷ്യന്റിനോട് അവരുടെ ഫീഡ്ബാക്ക് ഒന്ന് സെൻഡ് ചെയ്യാനും പറഞ്ഞു. ഇതാണ് ആ പേഷ്യന്റ് അയച്ചു തന്നിട്ടുള്ള ഫീഡ്ബാക്ക്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് മസ്കുലോസ്കെൽറ്റൽ കണ്ടീഷന് പെയിൻ കില്ലർ മാത്രമല്ല ട്രീറ്റ്മെന്റ്. ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിന്റെ റോള് ഇതുപോലുള്ള കണ്ടീഷനിൽ വളരെ വലുതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കുക. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഐ ഹോപ്പ് ദിസ് വീഡിയോസ് ഇൻഫോർമേറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ്.